നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ തോൽവിയുടെ കാരണം മുഴുവൻ താഴെ തട്ടിലുള്ളവരുടെ നെഞ്ചത്തോട്ട് കൊണ്ടുവയ്ക്കാൻ നിൽക്കണ്ട. നേതാക്കന്മാരുടെ കയ്യിലിരിപ്പും പിടിപ്പുകേടും കൊണ്ട് തോറ്റമ്പി. അതിന് താഴെ തട്ടിലെ പ്രവർത്തനം മോശമായി എന്ന് പറയുന്നത് നിങ്ങളുടെ പിടിപ്പുകേട് മറച്ചു വെക്കാനുള്ള നീക്കം മാത്രമാണെന്നും അത് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാനിരിക്കുകയല്ല ഞങ്ങളെന്നും ഇപ്പോൾ വലിയ പൊട്ടിത്തെറി CPM-ൽ നടക്കുന്നു. MA ബേബിയും ബാലൻ സഖാവും ഗോവിന്ദനുമൊക്കെ എത്ര കാലം ഇങ്ങനെ പിണറായിയുടെ കാല് നക്കും? പിണറായിയെയും ഗോവിന്ദനെയും ഒക്കെ ചവിട്ടി പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് വീണ്ടും വലിയ പൊട്ടിത്തെറിയാണ് CPM-ൽ നിന്ന് ഉയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും ഗുരുതരമായ സംഘടനാ ദൗർബല്യങ്ങളുമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തൽ. തോൽവിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാൻ പാർട്ടി കേരള ഘടകത്തിന് പോളിറ്റ് ബ്യൂറോ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനവികാരം മനസ്സിലാക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നും പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നും PB നിർദ്ദേശിച്ചു. ഈ ഒരു പരാമർശമാണ് ഇപ്പോൾ താഴെ തട്ടിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉയർത്തുകയാണ്. താഴെ തട്ടിൽ അന്തസ്സായ പ്രവർത്തനമാണ് നടക്കുന്നതെന്നും എന്നാൽ അങ്ങ് മുകളിലുള്ള നേതാക്കന്മാർ അവരുടെ കുടുംബങ്ങൾക്കും സ്വന്തം ആവശ്യങ്ങൾക്കും പാർട്ടിയെ ആവോളം ഉപയോഗിച്ച് അതിനെ പിഴിഞ്ഞെടുത്ത് ചണ്ടിയാക്കി ഒടുക്കം പാതാളക്കുഴിയിലേക്ക് തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. നേതാക്കന്മാരുടെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഫലമായിരുന്നു, പരിണിത ഫലമായിരുന്നു ഈ തോൽവി. ജനങ്ങൾ തോൽപ്പിച്ചു മൂലയിലിരുത്തിയതാണ്. പാർട്ടി പ്രവർത്തകരും ചേർന്ന് തോൽപ്പിച്ചു മൂലയിലിരുത്തിയതാണ്. ഈ നേതൃത്വത്തിൽ നിന്ന്, ഇപ്പോൾ നേതൃത്വത്തിലുള്ളവരിൽ നിന്ന് ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് തോറ്റ് മൂലക്കിരുത്തിയത്. എന്നിട്ടും പാർട്ടിയുടെ കടിഞ്ഞാൺ ഇവരുടെയൊക്കെ കൈകളിൽ തന്നെയാണെന്നും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും താഴെ തട്ടിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ കേരളത്തിൽ ഉടനടി ഒരു നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന PB യോഗത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ PB യോഗം എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിണറായി വിജയൻ ഒരു തീരുമാനം എടുക്കുന്നു, അത് നടപ്പാക്കുന്നു, അതേ അവിടെ നടക്കാൻ പോകുന്നുള്ളൂ. പിന്നെ PB പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ വെറുതെ പറയാം. PB അല്ല PV എന്നാക്കണം. കാരണം പിണറായി എല്ലാം തീരുമാനിക്കുന്ന സംഘം, അത് മാത്രമാണ് ഇപ്പോഴത്തെ PB. കേരളത്തിൽ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പോലും ഇത്തവണ വലിയ വിള്ളൽ ഉണ്ടായി എന്നാണ് PBയുടെ പ്രാഥമിക വിലയിരുത്തൽ. മണ്ഡലങ്ങളിലെ പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെയുള്ള സ്ഥാനാർത്ഥി നിർണയം വലിയ തിരിച്ചടിയായി. ജനങ്ങൾക്ക് സ്വീകാര്യരായ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകാൻ കഴിഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരം കൃത്യമായി വിലയിരുത്തുന്നതിലും സർക്കാരിന്റെ പാർട്ടിയുടെയും ശൈലിക്കെതിരെ ഉയർന്ന ജനവിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിലും സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു. ബഹുജനങ്ങളിൽ നിന്നും പാർട്ടി താഴെ തട്ടിൽ തകർന്നു പോയി എന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. പാർട്ടിയുടെ താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനം പൂർണ്ണമായും നിശ്ചലമായതാണ് തോൽവിയുടെ ആഴം കൂട്ടിയത്. പാർട്ടി അണികൾക്കിടയിലും അനുഭാവികൾക്കിടയിലും ഉണ്ടായ അസംതൃപ്തി പരിഹരിക്കാൻ ലോക്കൽ ബ്രാഞ്ച് തലങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തണം. ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും അകന്നുപോയ പ്രാദേശിക നേതാക്കളുടെ ശൈലി മാറ്റണം. സഹകരണ ബാങ്ക് വിവാദങ്ങളും മറ്റു ഭരണപരമായ വീഴ്ചകളും ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി. ഈ തെറ്റുകൾ തുറന്നു പറഞ്ഞ് ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലാനാണ് PB കേരള ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേരളത്തിലെ തോൽവി സംബന്ധിച്ച വിശദമായ ചർച്ച ജൂലൈ 11 മുതൽ 3 ദിവസം ചേരുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടക്കും. PB യോഗത്തിൽ ജനറൽ സെക്രട്ടറി MA ബേബി കരട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PB അംഗീകരിക്കുന്ന ഈ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ ഉണ്ടായ സ്ഥിതിവിശേഷവും PB ചർച്ച ചെയ്തു. സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ബംഗാളിൽ CPM പ്ലീനം വിളിച്ചു ചേർക്കും. തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാൻ പാർട്ടി സംസ്ഥാന ഘടകത്തിന് പോളിറ്റ് ബ്യൂറോ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുടെ താഴെ തട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പരിഹാരം കണ്ടെത്തണം എന്നാണ് PB നിർദ്ദേശം. ബംഗാളിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസവും പാർട്ടിക്കുണ്ട്. പാർട്ടി വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും ഇത്തവണയും തോൽവിയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് എന്താണ് ബംഗാളിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച നടക്കുന്നത്. കനത്ത പരാജയം നേരിട്ടുവെങ്കിലും ഡൽഹിയിൽ നടന്ന PB യോഗത്തിൽ കേരളത്തിലെ നേതൃമാറ്റത്തെക്കുറിച്ച് യാതൊരു ചർച്ചകളും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയോ മാറ്റം ഇപ്പോൾ അജണ്ടയിൽ ഇല്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം തോൽവിയിൽ പിണറായി ശൈലിക്കെതിരെ വിമർശനം ഉയർന്നതും ശ്രദ്ധേയമായി.
പിണറായിയുടെയും സർക്കാരിന്റെയും ശൈലിയിൽ ആദ്യമേ തിരുത്തൽ വേണമായിരുന്നുവെന്ന് അംഗങ്ങൾ വിമർശിച്ചു. കനത്ത തോൽവിയിൽ ചില വ്യക്തികൾക്ക് നിർണായക പങ്കുണ്ടെന്നും വിമർശനമുണ്ട്. പാർട്ടിയുടെ തലപ്പത്ത് തന്നെ തിരുത്തലുകൾ വേണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. ഉദ്യോഗസ്ഥ മേധാവിത്വവും തിരിച്ചടിയായി. തോൽവിയിൽ ചില വ്യക്തികൾക്ക് നിർണായക പങ്കുണ്ടെന്നും PB അംഗങ്ങൾ തുറന്നടിച്ചു. പക്ഷെ പേര് പറയാൻ തയ്യാറായില്ല. പിണറായി എന്നുള്ള പേര് PB അംഗങ്ങളുടെ വായിൽ പോലും വന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം എന്ന രീതിയിൽ സർഗാത്മകമായി പ്രവർത്തിക്കാനും പോളിറ്റ് ബ്യൂറോയിൽ നിർദ്ദേശമുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി CPM തുടരണമോ എന്നുള്ള ചർച്ചകളും യോഗത്തിൽ നടന്നു. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നേതാക്കൾ CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ട് എന്ന് ആരോപിച്ചതിൽ അംഗങ്ങൾ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. കേരളത്തിലുണ്ടായത് അസാധ്യ തിരിച്ചടിയെന്ന് MA ബേബിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. താഴെ തട്ടു മുതൽ നടന്ന പ്രവർത്തനങ്ങൾ വിശദമായി ചർച്ച ചെയ്തുവെന്നും സംഘടനാ ശേഷി മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടതെന്നും MA ബേബി പറഞ്ഞു. MA ബേബിയുടെ വായിൽ നിന്ന് ഈ താഴെ തട്ടിലെ പ്രവർത്തനം ശക്തമാക്കണം എന്നാണ് പറഞ്ഞത്. മേൽത്തട്ടിൽ ഒരു പൊളിച്ചെഴുത്തിനും MA ബേബിയും തയ്യാറല്ല. കാരണം പിണറായി വിജയനാണല്ലോ ഭരിക്കുന്നത്. പാർട്ടിയുടെ കടിഞ്ഞാൺ പിണറായിയുടെ കയ്യിലും പിണറായി കുടുംബത്തിന്റെ കയ്യിലുമാണ്. പാർട്ടിയെ കൊണ്ടുപോയി തൈക്കണ്ടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാതെ തുള്ളാൻ MA ബേബിക്ക് കഴിയില്ല. AK ബാലനും അതുപോലെ തന്നെയാണ്. പിണറായിയുടെ കാൽച്ചുവട്ടിലാണ്. EP ജയരാജൻ പിന്നെ പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ അധികമൊന്നും പ്രതികരിക്കാൻ എവിടെയും കാണാറില്ല. P ജയരാജനെ ഒതുക്കി ഒരു മൂലക്കിരുത്തി. ശൈലജയെ വെട്ടിച്ചിതറിച്ചു. തോമസ് ഐസക്കിനെ കാണാൻ പോലുമില്ല. ഒരവസരം പോലും തോമസ് ഐസക്കിന് കൊടുക്കുന്നില്ല. മരുമകന് വേണ്ടി വഴിവെട്ടി പാർട്ടിയുടെ കഴുക്കോലൂരി പിണറായി. ഇപ്പോൾ കൊള്ളാവുന്ന ഒരു മുഖവും, അതായത് ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു മുഖവും CPM-നില്ല. ഇതിനെക്കുറിച്ചാണ് ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും താഴെ തട്ടിലുള്ള പ്രവർത്തകരും അലമുറ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നേതൃത്വം മാറണമെന്ന്. പക്ഷെ സൗകര്യമില്ലെന്നാണ് PB പറയുന്നത്, പിണറായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.